മണിക്കൂറുകൾക്കോ ദിവസങ്ങൾക്കോ ശേഷം അർജന്റീൻ പരിശീലകനായ ലയണൽ സ്കലോണി അർജന്റീനയുടെ വേൾഡ് കപ്പിനുള്ള 26-അംഗ അന്തിമ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അർജന്റീനയുടെ മധ്യനിരയിൽ 21 വയസ്സുകാരനായ നിക്കോളാസ് പാസ് മാർട്ടിനസ് എന്ന നിക്കോ പാസ് കാണും. വാട്ട് എ പ്ലെയർ, വാട്ട് എ മിഡ്ഫീൽഡർ! എന്തൊരു പ്രതിഭാസമാണ് 21-കാരൻ്റെ കാലിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്കലോണിയുടെ ടീമിൽ സ്ഥാനമുറപ്പിച്ച യുവതാരങ്ങളിലൊരാളാണ് വെറും 21 വയസ്സ് മാത്രമുള്ള നിക്കോളാസ് പാസ്. വമ്പൻ കെട്ടും കെട്ടി വമ്പൻ താരപ്പടയുമായി വരുന്ന എതിരാളികൾ സൂക്ഷിക്കുക. ഇറ്റാലിയൻ സീരിയ ലീഗിലെ ഈ സീസണിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജന്റീനൻ 21 വയസ്സ് മാത്രമുള്ള യുവ സൂപ്പർ താരം നിക്കോ പാസിനെയാണ്. കോമ പോലുള്ള ചെറിയ ക്ലബിനെ ചാമ്പ്യൻസ് ലീഗ് സ്വപ്നത്തിലേക്ക് നയിച്ച ഈ യുവ അർജന്റീൻ താരം തൻ്റെ മാജിക്കൽ പാസുകൾ കൊണ്ടും ഗോൾ കോൺട്രിബ്യൂഷനുകൾ കൊണ്ടും മുഴുവൻ സീരിയ ടീമുകളെയും ഞെട്ടിച്ചുകൊണ്ട് മാരക പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മൂവ് കൊണ്ട് മധ്യനിരയിൽ നിന്ന് എത്ര അനായാസമാണ് എതിരാളികളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി പന്തുമായി മുന്നോട്ട് കുതിക്കുന്നത്. ഒരു ചെറിയ സ്പേസിലൂടെ എത്ര മനോഹരമായ ത്രൂ ബോളുകൾ കൊണ്ടാണ് അദ്ദേഹം അവരുടെ മുന്നേറ്റ നിര അലങ്കരിക്കുന്നത്. ഈ സീസണിൽ 13 ഗോളുകളും 8 അസിസ്റ്റുകളും സ്വന്തമാക്കിയ താരം ഇറ്റാലിയൻ ലീഗിലെ ഏറ്റവും മികച്ച മധ്യനിരക്കാരൻ എന്ന പുരസ്കാരവും നിക്കോ പാസ് സ്വന്തമാക്കി. മുന്നേറ്റ നിരക്കാരനായ ലിയണൽ മെസ്സി എത്ര മനോഹരമായാണ് അർജന്റീൻ മിഡ്ഫീൽഡിനെ നിലവിൽ നയിക്കുന്നത്. മെസ്സിക്കു പകരം അടുത്തതാരെന്ന ചോദ്യത്തിന് ഇപ്പോഴേ 21-കാരൻ്റെ പേരുകൾ ഉയർന്നു കേൾക്കുന്നു. ലിയോ മെസ്സിക്കു ശേഷം അർജന്റീനയുടെ മിഡ്ഫീൽഡിനെ നയിക്കാൻ കഴിയുന്ന അടുത്ത സൂപ്പർ താരമെന്നാണ് ഇപ്പോഴേ ആരാധകരും വിദഗ്ധരും നിക്കോ പാസിനെ വിശേഷിപ്പിക്കുന്നത്. റയൽ മാഡ്രിഡ് അക്കാദമിയിൽ വളർന്ന താരം ഇന്ന് സിരിയയുടെ ഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ തന്റെ ക്ലബ്ബായ കോമോക്ക് വേണ്ടി കളിക്കുന്ന ആ ഫോമിലെങ്ങാനും അദ്ദേഹം ഇവിടെയും തുടർന്നാൽ വരാനിരിക്കുന്ന ലോകകപ്പിൽ അർജന്റീനയുടെ ഏറ്റവും വലിയ എക്സ് ഫാക്ടറായി മാറാനും നിക്കോ പാസിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉദ്ഘാടന പോരാട്ടത്തിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലോ ചിലപ്പോൾ സ്കലോണി അദ്ദേഹത്തിന് സ്ഥാനം നൽകിയെന്ന് വരില്ല. പകരക്കാരനായി കളത്തിലിറങ്ങി അദ്ദേഹം അർജന്റീനയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് നടന്നു നീങ്ങുമെന്നാണ് വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. അത്രമേൽ മിന്നും ഫോമിലാണ് താരം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 21-കാരനെ സ്കലോണി കൃത്യമായി തന്നെ ഉപയോഗിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച മധ്യനിരക്കാരനായി മധ്യനിര അടക്കി ഭരിക്കാൻ ശേഷിയുള്ള താരമാണ് നിലവിൽ നിക്കോ പാസ്. കൃത്യതയാർന്ന പാസിങ്ങും ലോങ് റേഞ്ചറുകളും ഫ്രീ കിക്കുകളും എല്ലാം അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. നിലവിൽ രാജ്യത്തിനായി കഴിഞ്ഞ മത്സരത്തിൽ ഒരു മഴവില്ലായുള്ള ഫ്രീ കിക്കിലൂടെ താരം തൻ്റെ ആദ്യ ഇന്റർനാഷണൽ ഗോൾ കുറിച്ചതാണ്. നിക്കോ പാസ് ഈ വേൾഡ് കപ്പിൽ വിസ്മയം തീർക്കുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം.